ചെറിയച്ച എന്തേ കാണിക്കുന്നേ? എന്താ ചെറിയച്ച? എന്താണ് അവിടെ? എന്താ എനിക്കൊന്നും അറിയില്ല പൂർണിമ. ഞാൻ കിടക്കുമ്പോ ഹൊറർ സിനിമ കാണുവാണെന്നും പറഞ്ഞ് ടാബും പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്നെ ചവിട്ടി താഴെ ഇട്ടപ്പെടാ ഞാൻ ഉണർന്നത്. സിനിമ കണ്ട് ലയിച്ചിരുന്നപ്പോ പുറത്ത് വല്ല നിഴലും കണ്ട് പേടിച്ചതായിരിക്കും. എന്താ എന്താ ഇവിടെ പ്രശ്നം? പുറത്തെന്താ കണ്ടത്? പ്രേതോ? അതെ, പ്രേതമാണോ ഭൂതമാണോ പിശാചാണോന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടു. ഇവൻ എത്രയൊക്കെ ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പുറത്തു പോയി നോക്കിയാലോ? അയ്യോ വേണ്ട, ആരും പുറത്തോട്ട് പോവല്ലേ. ആ പ്രേതം ഉപദ്രവിക്കും, വന്ന് കടിക്കും. അതൊക്കെ വെറുതെ നിനക്ക് തോന്നുന്നതാ. തോന്നലേ. എന്നാലും ഈ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നേ. ദുർഗ പറഞ്ഞതാ ശരി. വെറുതെ ഇപ്പൊ പുറത്തേക്കൊന്നും പോവാൻ നിക്കണ്ട. സഹദേവന്റെ പേടി മാറാൻ നാളെ ക്ഷേത്രത്തിൽ പോയി ചരട് ജപി കെട്ടിയാ മതി. എല്ലാവരും പോയി പ്രാർത്ഥിക്കാൻ നോക്ക്. അയ്യോ എല്ലാരും പോലെ. അല്ല, എല്ലാരും കൂടെ നിനക്ക് ഇവിടെ കൂട്ട് കിടക്കാം. മര്യാദ കിടന്ന് ഉറങ്ങു മനുഷ്യ. എടാ പേടിക്കാനൊന്നുമില്ല, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കിടക്ക് നീ. രാത്രി ഇനി ഹൊറർ പടം കാണാനെന്നും പറഞ്ഞ് ടാബിൽ അങ്ങനെ തൊട്ടാ നിങ്ങളുടെ കൈ ഞാൻ വിട്ടു. ഇങ്ങനൊരു പേടിത്തൊണ്ട് കിടന്നുറങ്ങാൻ നോക്ക് മനുഷ്യ. കിടക്ക അവിടെ, കിടക്ക് കിടക്ക്, നേരെ കിടക്ക്. ഇനി എഴുന്നേറ്റ എന്റെ വാങ്ങും നിങ്ങള്. പൊതച്ച് കിടന്നു കിടക്ക് മനുഷ്യ, കിടക്ക്. ഭാഗ്യം കൊണ്ടാ നമ്മൾ ഇത്തവണ രക്ഷപ്പെട്ടത്. അതെ, സഹദേവൻ ചെറിയ ചിത്രയ്ക്ക് പേടിത്തൊണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. അത് നമ്മുടെ ലക്കാണെന്ന് കരുതിയാ മതി, അല്ലെങ്കിൽ ഇന്ന് അവര് പിടിക്കപ്പെട്ടേനെ. അതെ, എന്തോ ഭാഗ്യം കൊണ്ടാ ഈ പാതിരാത്രിയിൽ ചെറിയച്ഛന് ഹൊറർ പടം കാണാൻ തോന്നിയത്. ആ ഇഫക്റ്റിലായതുകൊണ്ടാ കാര്യം ഇത്ര നിസ്സാരമായിട്ട് കഴിഞ്ഞത്. മഹാദേവൻ അങ്ങള് പുറത്തുപോയി നോക്കാൻ തുടങ്ങിയപ്പോ ഞാനൊന്ന് പേടിച്ചു. കൃത്യസമയത്തിന് ദുർഗത് ബ്ലോക്ക് ചെയ്തല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ ലക്ഷ്യം ഒരു നാടിന്റെ തന്നെ നന്മയല്ലേ കിരൺ? അതിന് ഈശ്വരൻ നമുക്കൊപ്പം നിൽക്കും. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. കുറച്ച് നാളായി ചെറിയച്ഛന് നമ്മളെ നല്ല സംശയമുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ചെറിയച്ഛൻ പറയുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് സംശയം തോന്നും. അത് ശരി.